പഠിച്ചോനെ നിങ്ങള് കാത്തോളി. Smack that all on the floor. Smack that in some. Smack that. കുഞ്ചൂസേ പറടാ. ഹലോ, നീ എവിടെയാ? ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കും. നീ വാട്സാപ്പിൽ കയറിയില്ലേ? ഞാനൊരു മെസ്സേജ് അയച്ചിരുന്നു. എന്താ ഇപ്പൊ കയറണോ? ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, നീ ഒന്ന് നോക്കണേ. എന്താ ഇപ്പൊ നോക്കണം? നോക്കാലോ. എടാ നീ കളിക്കല്ലേ, പിന്നെ നീ എന്തായാലും വരണം കേട്ടോ. എന്താ ഇപ്പൊ വരണോ? വരാലോ. എടാ ഞാൻ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചിട്ടുണ്ട്, നീ എന്തായാലും വരണം കേട്ടോ. എന്റെ മാരേജ് ആണ് നെക്സ്റ്റ് മന്ത് 21st. നീ വരണേ മറക്കാതെ. എടാ ഞാൻ ഇപ്പൊ ഇച്ചിരി ബിസിയാ, ഞാൻ വിളിക്കാം നിന്നെ. നീയായിരുന്ന മാറിക്കടാ. കയ്യിൽ കുറെ കവറൊക്കെ ഉണ്ടല്ലോ, നിനക്ക് ലോട്ടറി അടിച്ചാടേ. എനിക്ക് ലോട്ടറി ഒന്നും അടിച്ചില്ല. നിനക്കടിക്കാനുള്ള ലോട്ടറി മറ്റാർക്കും അടിച്ചെന്ന് കേട്ടല്ലോ. വിളിച്ചില്ലേ നിന്റെ കുഞ്ചൂസ്? വിളിച്ചളിയാ. പിന്നെന്താ പോണില്ലേ? നിന്നെ വിളിച്ചോണ്ടേ പോകുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തന്നെത്താനങ്ങ് പോയാൽ മതി, എന്നെ കിട്ടുന്നില്ല. ഒന്നുമില്ലെങ്കിൽ നിന്റെ കുഞ്ചൂസ് അല്ലടാ അവള്, നിന്റെ ചക്കര അല്ലടാ, നിന്റെ വാവല്ലടാ. വാവ പട്ടി. എന്തൊക്കെയായിരുന്നു ചാറ്റിങ് ഡേറ്റിങ്. അവസാനം വേറെ ഒരുത്തൻ കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അല്ലെ ഏതൊരു അമേരിക്കക്കാരനാണെന്നാ കേട്ടെ. അമേരിക്കക്ക് എന്താടാ കുഴപ്പം? ഇല്ല, അമേരിക്കയിൽ അവന് എന്താണ് പണിന്ന് ആര് കണ്ട്. അതെ ആ പോട്ടെ. എടാ പിന്നെ ഞാൻ നാളെ നാട്ടിലേക്ക് പോവാ. കുറേ നാളെ നാട്ടിലേക്ക് പോയിട്ട്. നാളെയോ? നാളെ രാവിലെ ഒരു ട്രെയിൻ ഉണ്ട്, ഇന്റർസിറ്റി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ പൊക്കോളാം. വെളുപ്പിനെയോ? വെളുപ്പിന് കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. പിന്നെ ലച്ചുവിനെയും കാണണം, കുറേ നാളെ അവളെ കണ്ടു. ലച്ചു? നിന്റെ ലച്ചു? എന്താടാ അവക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റാണ് ഇതൊക്കെ. നീയും തച്ചു വെച്ചോ ഒരെണ്ണം. പോടാ. ഷാവിന്തി ദേ എടുത്തോണ്ടോ. ഹെൽമെറ്റോ? ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. ബൈഡോ. ഹലോ, എന്നോടിപ്പോ സംസാരിക്കാൻ പറ്റുമോ? അതെ ഇപ്പം അങ്ങനെ പറഞ്ഞു. അല്ല, ഇയാളെപ്പോഴും ബിസി അല്ലേ? എന്തോ ഉണ്ടല്ലോ. അല്ല, ഇവിടെ വാലന്റൈൻസ് ഡേക്ക് എല്ലാരും ഗിഫ്റ്റ് ഒക്കെ വാങ്ങുന്നു. എനിക്ക് ഗിഫ്റ്റ് തരാൻ മാത്രം ഇവിടെ ആരുമില്ല. നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ആണോ? സത്യം? എങ്കിലേ ഐ ആം ഹാവിങ് എ ബിഗ് സർപ്രൈസ് ഫോർ യു. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? പറഞ്ഞ പിന്നെ എന്താ സർപ്രൈസ്? സർപ്രൈസ് ആയിരിക്കട്ടെ. പ്ലീസ് പാര, പ്ലീസ്. ഹലോ ഹലോ. മെസ്സേജ്
ആരാത്? കഥ തുറക്ക്. നിങ്ങൾക്ക് എന്താ വേണ്ടത്? കഥ തുറക്ക്. ആരാ നിങ്ങള്? കാർത്തി, കാർത്തിക്, തുറക്കടാ. കാർത്തിക്, തുറക്ക്. കാർത്തിക്, കാർത്തി,
എണീക്കടാ. എടാ കാർത്തി, എടാ എന്താ പറ്റിയടാ കാർത്തി? എഴുന്നേക്ക് കാർത്തി. എടാ പറ കാർത്തി, എന്താ പറ്റിയേ? എടാ എന്താ ഇതൊക്കെ? പറ നീ ഒന്ന്. എടാ എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചേക്കണേ? എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. എടാ ചിലപ്പോൾ ഇതൊക്കെ എൻ്റെ തോന്നലായിരിക്കോടാ. ഇതൊക്കെ എൻ്റെ തോന്നലാണോ? ആ ഗ്ലാസ് പൊട്ടിച്ച ഞാൻ, ആ കഥ പൂട്ടിയ ഞാൻ, എല്ലാം ഞാനാ. ഓക്കെ കൂൾ കൂൾ. എന്തായാലും നമുക്ക് ഈവനിങ് ട്രെയിനിൽ നാട്ടിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് ആലോചിക്കാം ഇവിടെ നടന്നതിനെ പറ്റിയല്ല. ഇപ്പോൾ നീ എന്തായാലും ടെൻഷൻ കളാ. ഞാനും വരാം. ഓക്കെ? നിന്റെ ഫോണും തരാമോ? അമ്മയെ വിളിക്കാൻ. നിന്റെ ഫോൺ എന്ത് ചെയ്യും? അത് അവിടെ അവിടെ ഉണ്ട്. ആ അമ്മേ, ഞാൻ രാവിലെ വരാൻ പറ്റിയില്ല അമ്മേ. ട്രെയിൻ മിസ്സായിപ്പോയി. വൈകിട്ട് ഒരു ട്രെയിനുണ്ട്. നാളെ ഉച്ചയാകുമ്പോൾ എത്തുമായിരിക്കും. ശരി അമ്മ. ഡാ ആ ടി വി ഒന്ന് ഓൺ ചെയ്തേ. ഓണാവുന്നില്ല. ഓൺ ചെയ്. ഇത് ഓണാവണ്ടേ? ബംഗളൂരു എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് പാളം തെറ്റി 7 പേർ മരിച്ചു. മരിച്ചവരിൽ 2 പേർ മലയാളികളാണ്. തമിഴ്നാട് കർണാടക അതിർത്തിയിലെ ഹൊസൂറിലാണ് അപകടമുണ്ടായത്. തീവണ്ടിയിൽ 108 മലയാളികളാണ് ഉണ്ടായിരുന്നത്. രാവിലെ 6:15 ബംഗളൂരുവിൽ നിന്ന് യാത്ര തിരിച്ച ഇന്റർസിറ്റി എക്സ്പ്രസ് ആണ് 7:40 ബംഗളൂരുവിൽപ്പെട്ടത്. ബംഗളൂരുവിന് 45 കിലോമീറ്റർ അകലെ ഹൊസൂരിനും ആനക്കലിനും ഇടയിൽ വെച്ച് വലിയ ശബ്ദത്തോടെ ബോഗികൾ കൂട്ടിയിടിക്കുകയായിരുന്നു. തുടർന്ന് 8 ബോഗികൾ പാളം തെറ്റി. D8, 9, 10, 11 കോച്ചുകളും 2 AC കോച്ചുകളും 2 ജനറൽ കമ്പാർട്ട്മെന്റുകളുമാണ് അപകടത്തിൽപ്പെട്ടത്. D8 കോച്ച് പൂർണ്ണമായും തകർന്നു. 1 മുതൽ 48 വരെയുള്ള സീറ്റുകൾ അപകടത്തിൽ പൂർണ്ണമായും ഞെരിഞ്ഞമർന്നു. വേറെ മെസ്സേജസ് ഉണ്ടോ? ഞാൻ ഉണ്ടായിരുന്നത്. തൊട്ട് മുന്നേ വരെയുള്ള ആൾക്കാര് മരിക്കണേ ഞാൻ കണ്ടില്ല. കാരണം ഫ്രണ്ടിൽ അപകടമുണ്ടായത് വിജനമായ മേഖലയിലായതിനാൽ വൈകിയാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ബോഗികൾ വെട്ടിപ്പൊളിച്ച് യാത്രക്കാരെ പുറത്തെടുത്തത്. ഹലോ, സംസാരിക്കുന്നില്ല. നീ ചോദിക്കേ. ഹലോ, അതിനാൽ മരണസംഖ്യ ഇനി ഉയർന്നേക്കാം. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്? ആ ട്രെയിനിൽ ഞാനും പോകാനിരുന്നതാ. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഹലോ, എനിവേ താങ്ക്സ്. അത്ര എളുപ്പം ഒരു സുഖം മരണത്തിന് വിട്ടു കൊടുക്കില്ല നിന്നെ. ഹലോ, ആരാ നിങ്ങൾ? എന്താടാ?